ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്ന ആണ്. ഇതിനെ കുറിച്ചി എന്നാണ് പറയുന്നത്. ഇവിടെ മുള്ളൻ കുറിച്ചിയാണിത്. ഇതിൻ്റെ ചെറിയ സ്മാൾ കുട്ടീസിനാണ് നമുക്ക് കിട്ടിയത്. ഇത് വള്ളക്കാരിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിന് വലിയ സൈസും ഉണ്ട്. അപ്പോൾ ഈ സ്മാൾ നമുക്കൊന്ന് തവയിൽ വെച്ചിട്ട് വാഴയിൽ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് നമുക്ക് നോക്കാം. മുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇത് ഇട്ട് കൊടുക്കാം. മുളക് ഇത്ര ആവശ്യം അത്രേ ഉള്ളത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അത്രേ ഉള്ളതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യമുള്ള ഉപ്പ്, കുരുമുളക് പൊടി. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് കുരുമുളക് പൊടിയാണ് അതിൻ്റെ ഫ്ലേവർ വരുന്നത്. പിന്നെ പേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള തവ വാഴയിലേക്ക് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഞങ്ങൾ തവ മേടിച്ചിരിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആദ്യം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ല, ഇത് പുതിയതാണ്, നല്ല നീറ്റുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഉപയോഗിക്കാൻ നോക്കിയപ്പോൾ കണ്ടു, സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് 2 ദിവസം നമ്മൾ വീഡിയോസിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ ന്യൂ കുട്ടൻ തവക്കുട്ടൻ വന്നിരിക്കുകയാണ്. ഈ കുട്ടൻ ഞങ്ങളിതിനെ നോക്കി അടിപൊളിയുള്ള സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് തവയുടെ സ്റ്റിക്കറൊക്കെ ഇളകി കളഞ്ഞ് പുതിയ വാഴയിലേക്ക് വെച്ചിട്ട് പല ഗൈസ് നമ്മൾ പാത്രം എടുത്തിരിക്കുകയാണ്. മുകളിൽ നിന്ന് ഏതാണ്ട് മുരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇപ്പോൾ 2 സൈഡിൽ മുരിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് അല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. 2 പുറവും നല്ല രീതിയിൽ പൊള്ളിച്ചെടുത്തതിന് ശേഷം നമുക്ക് തവയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒന്ന് മുരിച്ചെടുക്കും. നമ്മുടെ വാഴയിൽ പൊള്ളിച്ച മീൻ നമുക്കൊന്ന് തവയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. കുറിച്ച് മുള്ളൻ അങ്ങനെ വാഴയിലേക്ക് പൊള്ളിച്ച് അതിന് ശേഷം 2 സൈഡ് തിരിച്ചിട്ടതിന് ശേഷം തവിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്തേ ഉള്ളൂ. അധികം ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ഇന്നത്തെ ലഞ്ച് ഇതാണ്, ലഞ്ചിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ കുറവെല്ലാം വാഴ പൊരിഞ്ഞെടുത്ത് അതിൻ്റെ ഒരു സുഗന്ധമൊക്കെ ഉണ്ട്. സൂപ്പർ. അപ്പോൾ നമുക്കിത് ചോറിനോടൊന്ന് കഴിച്ച് നോക്കിയാൽ നമുക്ക് ഇന്ന് കഴിക്കാൻ ലഞ്ചിൻ്റെ കൂടെ സലാഡുണ്ട്, മാംഗോ അച്ചാറുണ്ട്, തൈരുണ്ട്, സാമ്പാറുണ്ട് കേട്ടോ. വെള്ളക്കട്ടി സാമ്പാർ ഒന്ന് കഴിച്ച് നോക്കിയാലാണ് സൂപ്പർ. അപ്പോൾ അച്ചാർ കൊടുക്കണം. നമുക്ക് തൈര് കട്ടി തൈരാണ് ഒന്ന് കഴിച്ച് നോക്കാം.